സർ ചായ. ടിഫിൻ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എന്താടാ രാവിലെ കാര്യം പറയുന്നേ? ആകെ കുഴപ്പമായി ബാബു. എന്തോന്ന് കുഴപ്പമെന്ന്? ഇന്നലെ ഹോട്ടലിൽ വന്ന പെൺകുട്ടിയില്ലേ, അവൾ ആത്മഹത്യ ചെയ്തു. ട്രെയിനിന്റെ മുമ്പിൽ ചാടി. ചേടാ ഇത്രേ ഉള്ളോ? എടാ നിന്റെ എപ്രാളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ആത്മഹത്യ ചെയ്തു. ഇവനായ നിനക്കറിയാമോ, 3:30 മണിക്ക് ആ കുട്ടി നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. അപ്പോൾ വന്ന മംഗളാപുരം എക്സ്പ്രസിന് മുമ്പിലേക്ക് അവളെടുത്ത് ചാടി. വളയിട്ട കൈകളറ്റ് ഒരിടത്ത്, കൊലുസിട്ട കാലുകൾ വേറെ, തല കരുത്തറ്റ്, ആകെ ചോരമയം. ഇടേ ഇതൊക്കെ സാധാരണമാണ്. ട്രെയിൻ കയറിയാൽ മനുഷ്യ ശരീരം ഇങ്ങനെയൊക്കെ തന്നെ ആവും. അതിന് നീ ഇത്ര വെപ്രാളപ്പെടുന്നതിനാ? അല്ല ബാബു, ആ കുട്ടി അങ്ങനെ ചെയ്തത് നമ്മൾ കാരണമാണെന്നാണ് എന്റെ വിശ്വാസം. നീ ഒന്ന് പോടേ. നമ്മളല്ലെങ്കിൽ വേറെ തന്നെ മുറിയിൽ ആ പെണ്ണ് പോവുമായിരുന്നു. അത്ര തന്നെ. 3 മണിക്ക് മുറിയിൽ നിന്ന് പുറത്തുപോയ ശേഷം നിയമപരമായി നമുക്ക് ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ അവൾ ആത്മഹത്യ ചെയ്തത്? അത് അവളുടെ ആവശ്യം. എടാ നാശമേ, ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. എന്നാ പിന്നെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ സ്വാതന്ത്ര്യം വേണ്ടായോ? പക്ഷെ എന്നെ വിടത്തില്ലേ, ആ പെണ്ണ് പിടിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ചെലവില് ചക്കാത്തിൽ അതങ്ങ് നടത്തി കളഞ്ഞല്ലോ. ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ. എടാ ബാബു, ചില സമയത്തിന്റെ വർത്തമാനം ക്രൂരമാണെന്നറിയാമോ? പിന്നല്ലാതെ. നിന്നെ പോലെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ബാബു, ഈ ആത്മഹത്യയിൽ അറിഞ്ഞോ അറിയാതെയോ നിനക്ക് പങ്കുണ്ട്. ഇതാണ് പത്രക്കാരുടെ ഭാഷ. എന്താ നിനക്ക് പങ്കില്ലേ? ഇല്ല, എനിക്ക് പങ്കില്ല. ഇന്നലെ ഞാൻ ആ മുറിയിൽ പോയി എന്നേ ഉള്ളൂ. ചേട്ടാ, എന്നെ എല്ലാരും കൂടി പറ്റിച്ചതാ.